Hello dears, welcome back to the Untitled Recipes. ഇന്ന് ഞാനൊരു പോർക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചൈനീസ് സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോർക്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ ടേസ്റ്റ് ആണെന്ന് തോന്നി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, പിന്നെ വളരെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വളരെ ടേസ്റ്റാണ്. പോർക്ക് നല്ല യമ്മിയും ക്രഞ്ചിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വീഡിയോയിലേക്ക് പോകാം. 500 ഗ്രാം പോർക്ക് ബെല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഫാറ്റുള്ള ജാതിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഫാറ്റ് ഇല്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇത് കുക്കറിൽ വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ഹാഫ് ബോയിൽ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഗ്രീൻ അണിയൻ വേണം കുറച്ച്. ഞാനിത് ഒരു 2 ചെടിയുടെ ഗ്രീൻ അണിയനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗാർലിക്കും ജിഞ്ചറും വേണം. 2 തക്കോലം വേണം. പിന്നെ പച്ചമുളക് ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. പിന്നെ 3 കളറിലെ ക്യാപ്സിക്കം വേണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേറെയും വേണം നമുക്ക്. പിന്നെ ഒരു സവാള വേണം കേട്ടോ, മീഡിയം ടൈപ്പ്. അത് ഞാനിവിടെ എടുത്തിട്ടില്ല. ഇതിലേക്ക് എടുത്ത് വയ്ക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങളൊരു സവാളയും കൂടി എടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 100 ml ഡൈല്യൂട്ടഡ് വിനീഗർ ചേർക്കുക. വിനീഗർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ചേർക്കുക. പിന്നെ ഒരു കഷ്ണമായിട്ട് വെച്ചിരുന്ന ഇഞ്ചി അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ചേർക്കുക. പിന്നെ തക്കോലം 2 നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ, അത് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർക്കുക. ഡാർക്ക് സോയാ സോസ് തന്നെ വേണം കേട്ടോ ഇതിൽ. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ പകുതിയോളം വറ്റുന്നത് വരെ കുക്ക് ചെയ്യാം. ഒന്ന് തിക്കാവണം ഈ സോസ്. ഇപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ സോസ് നമ്മൾ ഒഴിച്ചതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പോർക്ക് കുക്ക് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം. വേറൊരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒഴിച്ച എണ്ണ കുറച്ച് കൂടിപ്പോയി. ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് പോർക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ പോർക്കിൽ നിന്ന് തന്നെ എണ്ണ ധാരാളം വരും. ഞാൻ ആ പോർക്ക് ഹാഫ് ബോയിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. ഒരു 1/2 കപ്പോളം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പോർക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എണ്ണയിൽ കിടന്ന് പൊട്ടിത്തെറിച്ച് അടുത്ത് നിൽക്കുന്നവരുടെ മേത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ലിഡ് കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രൈ ചെയ്താലും നല്ലതായിരിക്കും. പിന്നെ ലിഡ് കംപ്ലീറ്റ് ആയിട്ട് മൂടരുത്, ഒരു ക്യാപ്പ് ഇട്ടിട്ട് മൂടുക. എന്നാലും പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മളുടെ മേത്ത് വീഴാതെ നോക്കാം. പിന്നെ വേണമെങ്കിൽ കട്ടിയുള്ള പേപ്പർ കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താം നമ്മുടെ മേത്ത് വീഴാതെ. എന്നിട്ട് ഇതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ഇതിൽ നിന്ന് വന്ന എണ്ണ ഉണ്ട്, നമ്മൾ ഒഴിച്ചതിലും കുറച്ചുകൂടി കൂടുതൽ എണ്ണ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ എണ്ണ നമ്മൾ എടുക്കില്ല കേട്ടോ. ഈ എണ്ണ മാറ്റിയിട്ടാണ് ഇനിയുള്ള പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ ചെയ്ത പോർക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷമാണ് ബാക്കിയുള്ള ഗ്രേവി ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പോർക്കെല്ലാം ഇതിനകത്തുനിന്ന് മാറ്റുകയാണ്. നിങ്ങളീ പോർക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണ പൊട്ടിത്തെറിച്ച് മേത്തേക്ക് വീഴാനായിട്ട് വളരെ ചാൻസാണ്. പോർക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അറിവുള്ളവർക്ക് അറിയാൻ പറ്റും, പക്ഷേ ബിഗിനേഴ്സിനൊക്കെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോർക്ക് ഫ്രൈ ചെയ്തിട്ട് അത് നമ്മൾ ഇട്ടതിലും ഹാഫായിട്ട് മാറി. അതാണ് അതിൻ്റെ നെയ്യൊക്കെ അങ്ങോട്ട് ചുരുങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ ഇട്ടതിലും പകുതി ക്വാണ്ടിറ്റിയെ പോർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എണ്ണ മാറ്റിയിട്ട് നമുക്ക് പാൻ വീണ്ടും അടപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് റിഫൈൻഡ് ഓയിൽ ചേർക്കുക.
എന്നിട്ട് ഇതിലേക്ക് ഗാർലിക്കും ജിഞ്ചറും എടുത്ത് വെച്ചിരുന്നില്ലേ, രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിരുന്നല്ലോ, അത് വളരെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഗാർലിക്കും ജിഞ്ചറും ഫൈൻ ചോപ്ഡാണ്. അത് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഗാർലിക്കും ജിഞ്ചറും ചേർത്തിട്ടുണ്ട്. മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം കേട്ടോ ഈ സമയത്ത്. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇതൊന്ന് പതുക്കെ സോട്ടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇതിപ്പോൾ ഏകദേശം യെല്ലോ കളറിലേക്ക് ചേഞ്ച് ആകുന്ന ആ സമയത്ത് ഇതിലേക്ക് ഒരു സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഗാർലിക്കും ജിഞ്ചറും ഈ സവാളയും കൂടി ഒന്ന് സോട്ട് ചെയ്യുക. കൂടുതൽ നേരം വേണ്ട, ഒരു 30 സെക്കൻഡ് സോട്ട് ചെയ്താൽ മതിയാകും. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ അണിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് കിടന്ന് ബാക്കിയുള്ള കുക്കിംഗ് ശരിയാകുമ്പോഴേക്കും പോർക്ക് നല്ല സോഫ്റ്റും യമ്മിയും ആകും. നമ്മൾ ഹാഫ് ബോയിൽ ചെയ്തെടുത്തതാണ്. ഇനി ബാക്കി ഹാഫ് ഇതിനകത്താണ്. ഈ പ്രോസസ്സിലൂടെയാണ് അത് വേകുന്നത്. നമ്മൾ ഈ സവാളയിൽ കിടന്നൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യും. അതിന് ശേഷമാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. വേണമെങ്കിൽ ഇത് ഒന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ ഈ സമയത്ത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 3 കളറിലുള്ള കാപ്സിക്കം വലുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. കാപ്സിക്കം ഒന്നും അധികം വേവിക്കാൻ പാടില്ല, അതൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരം വേവിക്കരുത്. പിന്നെ പ്രത്യേകിച്ച് കവർ ചെയ്ത് വേവിക്കാൻ പാടില്ല. കവർ ചെയ്താൽ പെട്ടെന്ന് വെന്ത് പോവും, പിന്നെ ഇതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെയാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ പോർക്ക് വേവിച്ചപ്പോഴുണ്ടായ ആ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ സോസും ഈ സ്റ്റോക്കൊക്കെ നന്നായിട്ട് തിക്കാകുന്നത് വരെ തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൽ ഈ കഷ്ണങ്ങളിലൊക്കെ ഈ സോസ് നന്നായിട്ട് കോട്ട് ചെയ്യും. ഈ സമയത്ത് മീഡിയം ഹീറ്റിലോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് കുക്ക് ചെയ്യുക. ഹൈ ഹീറ്റിൽ വയ്ക്കരുത്. ഇപ്പോൾ മീഡിയം ഹീറ്റിൽ നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്യുക. ഇനി 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത പെപ്പറാണ് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഗ്രീൻ അണിയനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഒന്നും ചേർക്കാനില്ല. ഗ്രീൻ അണിയൻ ചേർത്താൽ കൂടുതൽ നേരം കുക്ക് ചെയ്യരുത്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആൻഡ് സോർ പോർക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആണ്. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ ചോറിനും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കൂടുതൽ ഇത് വെറുതെ കഴിക്കാനാണ് ടേസ്റ്റ്. പോർക്കൊക്കെ നല്ല യമ്മി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ ക്യാപ്സിക്കം ഒക്കെ നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. നമ്മളുടെ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ടി വരും. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ പോർക്ക് കറി എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം. താങ്ക് യു.